ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. SSCGD 2024-25 ഫോം ഫില്ലിംഗ് നടക്കുകയാണ്. ഫോം ഫില്ല് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 14 ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം. ലാസ്റ്റ് ഡേറ്റ് വരെ ഒരിക്കലും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ലാസ്റ്റ് ഡേ ആകുമ്പോൾ എന്തായാലും ഈ ഒരു സൈറ്റ് ജാം ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ചാൻസ് മിസ്സാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങളുടെയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി ഈ തവണത്തെ SSCGDക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു ചാൻസാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുട്ടികളെ, ഈ ഒരു ഡിഫൻസ് ജോബിൻ്റെ കാര്യം പറയുമ്പോൾ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം കൂടുതലും കുട്ടികളുടെയും ഫോം റിജക്റ്റ് ആവുന്നത് SSCGDയുടെയാണ്. അതിന് റീസണും ഉണ്ട്. അതിൻ്റെ റീസൺ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും എന്തുകൊണ്ടാണ് കൂടുതലും കുട്ടികളുടെയും ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ആവുന്നത് എന്നതിനെ പറ്റിയിട്ട് തന്നെ. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് നിങ്ങളടുത്ത് പറയാനുണ്ട്. കുട്ടികളെ, SSCGDയുടെ ഈ ഫോം റിജക്റ്റ് ആയെന്ന് എപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല ഫോം എപ്പോഴാണ് റിജക്റ്റ് ആയത് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുന്ന ആ ഒരു സമയത്ത് മാത്രമാണ്. എക്സാം ഡേറ്റിന് 7 to 40 days മുന്നെയാണ് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നത്. അതായത് 2025 ജനുവരി ഫെബ്രുവരി ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ആയി എന്ന് തന്നെ. ആ ഒരു സമയത്ത് ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. 2018-19 ശേഷം SSCGDയിൽ ആദ്യമായിട്ടാണ് ഇനിഷ്യലി ഇത്രയും വേക്കൻസി വന്നിരിക്കുന്നത്. ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് 39,481 ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ തവണ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഈ തവണത്തെ ഈ ഒരു ഫോം ഫില്ല് ചെയ്തിരിക്കണം. അപ്പോൾ SSCGD 2024-25 ഓൺലൈൻ ക്ലാസ്സുകൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ടോട്ടൽ കോഴ്സ് ഫീസ് 2,500 രൂപയാണ്. ഈ ഒരു കോഴ്സ് ഫീസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്. അതാത് ദിവസങ്ങളിലെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. വീക്കിലി 6 ദിവസം ക്ലാസ് ഉണ്ട്. 100+ മോക്ക് ടെസ്റ്റ് ഉണ്ട്. മെഡിക്കൽ അവയർനെസ്, ഫിസിക്കൽ ട്രെയിനിങ്, ഡാറ്റ് പ്ലാൻ, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ കുട്ടികളെ? ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. റിട്ടേൺ ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കും. അതോടൊപ്പം തന്നെ മെഡിക്കൽ അവയർനെസ് ലഭിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാൻസ് ഒട്ടും നിങ്ങൾ മിസ്സാക്കരുത്. ഉടനെ തന്നെ നമ്മുടെ അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. എല്ലാ ഫെസിലിറ്റീസ് എവിടെയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളും 2025 പാരാമിലിറ്ററിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ആന ഡിഫൻസ് അക്കാഡമിയിലെ SSCGD 2024-25 ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചും ഓഫ്ലൈൻ ക്ലാസ്സിനെ കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ് SSCGDയുടെ ഫോം ഫില്ല് ചെയ്യുന്ന കുട്ടികളുടെ ഫോം റിജക്റ്റ് ആവുന്നതെന്ന്. ബേസിക്കലി 2 കാര്യങ്ങളിലാണ് SSCGDയുടെ ഫോം ഫില്ല് ചെയ്യുന്ന കുട്ടികളുടെ ആ ഒരു ഫോം റിജക്റ്റ് ആകുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫോട്ടോ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യത്തില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഫോട്ടോ വിത്തൗട്ട് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്. അതായത് നിങ്ങൾക്കിവിടെ കാണാം ഫോട്ടോയുടെ ബാക്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. സോ യുവർ സെക്കൻഡ് ആണ് കാൻഡിഡേറ്റ്സ് വിയറിംഗ് ക്യാപ്പ് ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ആണ് കാൻഡിഡേറ്റ്സ് ടേക്കിംഗ് ഫോട്ടോസ് വിത്തൗട്ട് ഷർട്ട്സ്. അതായത് ഷർട്ട് ഇല്ലാതെ നോർമൽ ബനിയനിലൊക്കെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമല്ലോ, ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഫോട്ടോ നോട്ട് സഫീഷ്യൻ്റ്ലി ബ്രൈറ്റ്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ബ്രൈറ്റ് ആയിട്ട് അല്ലാത്ത ഫോട്ടോയെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ആവുന്നതായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് ആണ് ഫോട്ടോസ് ബ്ലർ ആയിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്താലും നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. പ്രോപ്പറായിട്ടുള്ള ഫോം എന്താണെന്ന് ഇവിടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഗുഡ് ഫോർ അപ്രൂവൽ. ഇതേ രീതിയിൽ വേണം നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റാണ് കണ്ണാടി വെച്ചിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. പിന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മൂവ് ചെയ്തിട്ടൊക്കെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അതേ രീതിയിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്താലും റിജക്റ്റ് ആവുന്നതായിരിക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഇമേജസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫോം ഒരിക്കലും റിജക്റ്റ് ആവുന്നതായിരിക്കില്ല. ഇതോടൊപ്പം ഒരു കാര്യം പറയാൻ വിട്ടുപോയി. പിന്നെ സെൽഫി ആയിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. പിന്നെ ബാക്കി സൈസും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി എന്താണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ പറയുന്നതായിരിക്കും ഇത്ര സൈസുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടൊക്കെ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ബേസിക് പോയിന്റ് ആണ് ഫോട്ടോ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. സോ യുവർ നെക്സ്റ്റ് പോയിന്റ് ആണ് സിഗ്നേച്ചർ. പ്രോപ്പറായിട്ട് നിങ്ങൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തില്ല എങ്കിലും നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബോക്സ് ഏരിയയിലുണ്ടല്ലോ ഇതിനകത്ത് 80%
ഏരിയയിൽ എന്താണ് നിങ്ങളുടെ സിഗ്നേച്ചർ കവർ ചെയ്തിരിക്കണം. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈൻ ചെയ്ത് ആ ഒരു പേപ്പർ അപ്ലോഡ് ചെയ്യുമല്ലോ സ്കാൻ ചെയ്ത്, ആ ഒരു സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 80% ഏരിയയിൽ നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ആയിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതേ രീതിയിൽ അങ്ങനെ അപ്ലോഡ് ചെയ്താൽ റിജക്റ്റ് ആവും, ഇതേ രീതിയിൽ റിജക്റ്റ് ആവും, ഇത് റിജക്റ്റ് ആണ്, ഇത് റിജക്റ്റ് ആണ്. ഇതെല്ലാം എന്താണ് റിജക്റ്റ് ആയിട്ടുള്ള സിഗ്നേച്ചർ ആണ്. പ്രോപ്പർ ആയിട്ടുള്ളതോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് പ്രോപ്പർ ആയിട്ടുള്ള സിഗ്നേച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് ഈ 2 റീസണിലാണ് കൂടുതലും കുട്ടികളുടെ ഫോം റിജക്റ്റ് ആവുന്നത്. അതുകൊണ്ട് നിങ്ങളും ഫോം ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 പോയിന്റും ഇത് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ആവത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാവരിലും എത്തട്ടെ ഈ ഒരു അവയർനെസ്. ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.